ഹലോ, നമസ്കാരം കൂട്ടുകാരെ. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് സുഖമാണ്. ദേ അപ്പോൾ രുദ്ര ഇവിടെ നിൽക്കണേ എന്തിനാന്ന് നോക്കി. പുള്ളിയുടെ കയ്യിലിരുന്ന പാപ്പമൊക്കെ പോയിട്ടോ. നമ്മൾ ചീനി നട്ടിട്ടുണ്ടായിരുന്നു. ചീനി, അതുപോലെ കാന്താരിയുടെ തൈ ഉണ്ടായിരുന്നു. പിന്നെ തക്കാളി തൈ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ ചീനിയിൽ 2 മുളക് ഉണ്ടായിട്ടോ. ഒരെണ്ണം കുഞ്ഞത് ആയി കിടപ്പുണ്ട്, അത് പറിക്കാറായിട്ടില്ല. അപ്പോൾ ഇത് പൊന്നനെ കൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യിക്കാം. ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇതാ റവി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പൊന്നനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് വിചാരിച്ച് 2 പറിച്ചെടുപ്പിച്ചു. ഇതാണ് അത്യാവശ്യം നല്ല നീളമുണ്ട് കേട്ടോ. കുറച്ചും കൂടെ മൂപ്പാവാനുണ്ട്, എങ്കിലും ഞാൻ പറിച്ചെടുത്തു. ഇത് തക്കാളിയുടെ പൂവാട്ടോ. തക്കാളി നട്ടിട്ടുണ്ടായിരുന്നു. തക്കാളിയിൽ പൂവായിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞാൻ നോക്കുമ്പോൾ പൂവുണ്ടായിരുന്നു, പക്ഷേ അതങ്ങോട്ട് കായായി പിടിച്ച് വന്നില്ല. ഈ പ്രാവശ്യത്തിൽ നന്നായിട്ട് പൂ വിരിഞ്ഞ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ പിടിക്കാനായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ കറിവേപ്പിലയിൽ നന്നായിട്ട് കറിവേപ്പില ഉണ്ടായിട്ടുണ്ടായി. കുറേ തയ്യും ഉണ്ടായി കേട്ടോ. കറിവേപ്പില താഴെയായിട്ട് ഞാൻ നോക്കിയപ്പോൾ കുറേ തൈയുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു വലിപ്പത്തിലുള്ള കറിവേപ്പും കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ വന്നു എന്നറിയില്ല. അപ്പോൾ ഞാൻ കറിവേപ്പില 2 ഇതിൽ പറിക്കുന്നുണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറിവേപ്പിലയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നു. ഇഞ്ചിക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് മുള വന്നില്ല കേട്ടോ. മുളയ്ക്കണതിന് മുമ്പ് ഞാൻ കൊണ്ടുപോയി വെച്ചതാണ്, മുള ആയിക്കോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട്. കയ്യിലുണ്ടായിരുന്ന ഒരു കഷ്ണം ഇഞ്ചി കേട്ടോ ഇത്. അപ്പോൾ ആ പച്ചമുളകിൽ നിന്ന് ഒരെണ്ണം എടുത്തോളൂ. കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കണുള്ളൂ, ഇത് വൈകുന്നേരത്തെ അല്ലേ. അപ്പോൾ അതാണ് ഞാൻ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കിയുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൊണ്ട് ഞാൻ പാലെടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പാല് തിളച്ചു. അപ്പോൾ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചായപ്പൊടിയൊക്കെ ഇട്ടു. പിന്നെ നമ്മൾ വേഗം തന്നെ ചായയൊക്കെ ഉണ്ടാക്കി. പാല് നമ്മൾ കടയിൽ നിന്ന് കേട്ടോ വാങ്ങുന്നത്. സൊസൈറ്റി ഉണ്ട് അടുത്ത്, എങ്കിലും ചിലപ്പോൾ സമയം കിട്ടാറില്ല. അപ്പോൾ നമ്മൾ പാല് കടയിൽ നിന്ന് വാങ്ങി ചായ ഉണ്ടാക്കും കേട്ടോ. പിന്നെ ഞാൻ അടുത്ത് ഉപ്പുമാവ് ഉണ്ടാക്കുമായിരുന്നു. ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് എണ്ണ ഒഴിച്ചു. അതിന് ശേഷം കടുകിട്ടു. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം, സവാള ഒരു ചെറുതുണ്ടായിരുന്നുള്ളൂ, ഞാനതെടുത്ത് അരിഞ്ഞിട്ടു. അപ്പോൾ വൈകുന്നേരത്തെ ഉപ്പുമാവും ചായയായിട്ടോ. ഞങ്ങളത് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതേ ഉള്ളൂ ഇന്ന് വൈകുന്നേരത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ